എല്ലാവർക്കും UK എഡ്യൂസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ദിവസം സ്ക്രാപ്പ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ക്രാപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ചാനലിലൂടെ എല്ലാ ദിവസവും കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഉപകാരമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ക്ലാസ്സിൽ ഓർഡറായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് സന്ദർശിക്കാവുന്നതാണ്. പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്ക്രാപ്പിൻ്റെ എന്താണ് സ്ക്രാപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അത് പ്രോസസ് അക്കൗണ്ടിനകത്ത് എങ്ങനെയാണ് അത് എഴുതുന്നത്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ഒരു പ്രൊഡക്റ്റ് പാസ് ചെയ്യുന്ന രണ്ട് പ്രോസസ്സിലൂടെയാണ് പാസ് ചെയ്യുന്നത്. എ അതുപോലെ തന്നെ ബി എന്നുള്ള രണ്ട് പ്രോസസ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇൻ ഈച്ച് പ്രോസസ് 5% ഓഫ് ദ ടോട്ടൽ വെയ്റ്റ് ലോസ്റ്റ്. എല്ലാ പ്രോസസ്സിനകത്തും എന്താണ് 5% ലോസ്റ്റ് സംഭവിക്കുന്നത്. ലോസ് സംഭവിക്കുന്ന എത്രയാണ്? 5% ലോസ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ 10% സ്ക്രാപ്പ് എത്രയാണ്? 10% ആണ്. അത് റിയലൈസ് ചെയ്യുന്നത്, അത് സെയിൽസ് നടത്തുന്നത്, വിൽക്കുന്നത് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 80 പെർ ടണ്ണാണ്. മറ്റത് 200 പെർ ടണ്ണാണ്. ഇത്രയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഉള്ളത്. ഇനി എൻ്റെയും ബിൻ്റെയും പ്രോസസ്സിനകത്തുള്ള മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ 1070. കോസ്റ്റ് പെർ ടൺ, ഇത് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്നുള്ളതിൻ്റെ എന്താണ് ടണ്ണാണ്, 1000 ടൺ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടണ്ണിൻ്റെ കോസ്റ്റാണ് 125 എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ 70, ഒരു ടണ്ണിൻ്റെ എത്രയാണ്? 200 ആണുള്ളത്. ഇനി വേജസ് 18,000, 12,000, മാനുഫാക്ചറിങ് എക്സ്പെൻസസ് 6,000, 5,000. ഇത്രയും ഇൻഫോർമേഷനാണുള്ളത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം അല്ല അത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ രണ്ട് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്, രണ്ട് പ്രോസസ്സിൻ്റെ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്നുള്ളതാണ്. മെറ്റീരിയൽ കൺസ്യൂംഡ് ഉള്ളത് എത്രയാണ്? 1000 ആണ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നു മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയാണ്? 1000 ആണുള്ളത്. 1000 ഒരു ടണ്ണിന് എത്രയാണ്? 125. ഒരു ടണ്ണ് 125 ആണ്. അപ്പോൾ എത്രയാണ്? 1,10,000 ആണ് ടണ്ണുള്ളത്. 1000 ആണ് ക്വാണ്ടിറ്റി. എന്താണ്? ടണ്ണാണ് ക്വാണ്ടിറ്റിയാണ്. മറ്റെന്താണ്? എമൗണ്ട് കോളാണ്. അതായത് 1,25,000 ആണ് മെറ്റീരിയലിൻ്റെ ടോട്ടൽ എമൗണ്ട് ഉള്ളത്. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു, ഒന്ന് മാത്രമേ ഉള്ളൂ. 125 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. ഓക്കെ, അതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി രണ്ടാമത്താണ് വേജസ് എന്ന് പറഞ്ഞാൽ വേജസ് എത്രയാണ്? 18,000 ആണ് വേജസിൻ്റെ ഉള്ളത്. 18,000 ആണ് വേജസ്. നമുക്ക് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വേജസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എഴുതാം. അതായത് 18,000 എന്നുള്ളത് വേജസ് ആണ്. 18,000. ഓക്കെ, ക്ലിയർ? ഓക്കെ. ഇനി മൂന്നാമത്തെയാണ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് എന്നുള്ളത്. മാനുഫാക്ചറിങ് എക്സ്പെൻസിൻ്റെ എമൗണ്ട് ഉള്ള എത്രയാണ്? മാനുഫാക്ചറിങ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 6,000 രൂപയാണ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് എന്നുള്ളത്. അതിലും എഴുതുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് കോളം നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അതായത് 1000 യൂണിറ്റ് ആണുള്ളത്. 1000 യൂണിറ്റ് ടോട്ടൽ എമൗണ്ട് എന്നുള്ളത് 1,49,000 ആണ് ടോട്ടൽ എമൗണ്ട് വരുന്നത്. ഓക്കെ, ഇനിയാണ് ക്വസ്റ്റ്യനകത്ത് നമ്മൾ മുകളിനകത്ത് എഴുതിയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് എല്ലാ പ്രോസസ്സിനകത്തും 5% എന്താണ് ടോട്ടൽ വെയ്റ്റ് ലോസ് സംഭവിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ലോസ് ഇൻ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയാണ്? ലോസ് ഇൻ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 5% ആണ് ലോസ് സംഭവിക്കുന്നത്. ഇവിടെ 5% ഏതിൻ്റെ മുകളിലായിരിക്കും? ഇവിടെ എത്രയാണുള്ളത്? 1000 അല്ലേ ഉള്ളത്. അപ്പോൾ 1000ൻ്റെ 5% എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ലോസ് എന്നുള്ളത് സംഭവിക്കുന്നുണ്ട്. അതായത് 50 യൂണിറ്റ് അവിടെ എന്ത് ചെയ്യണം? ലോസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ. ഇനി അതുപോലെ തന്നെ പിന്നെ മറ്റു ഇൻഫോർമേഷൻ ഉള്ളത് 10% സ്ക്രാപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10% സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ മുകളിലാണ്? 10%. 1000ൻ്റെ എന്താണ് 10% എന്നുള്ള എന്താണ്? സ്ക്രാപ്പാണ്. അപ്പോൾ ആ സ്ക്രാപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? വിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ സ്ക്രാപ്പ് സോൾഡ് എത്രയാണ് സ്ക്രാപ്പ് ഉള്ളത്? 10% ആണുള്ളത്. ടോട്ടൽ ഉള്ളത് 1000 ആണ്. 1000ൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 എണ്ണമാണ് സ്ക്രാപ്പ് ഉള്ളത്.
അത് സോൾഡ് ചെയ്യുന്നത് എത്രയാണ്? റിയലൈസബിൾ വാല്യൂ എത്രയാണ്? 80 ഒരു ടണ്ണിന് 80 100 ടണ്ണാണുള്ളത്, ഒരു ടണ്ണിന് 80 രൂപ. അപ്പം എത്രയാണ്? 8000 എന്നുള്ള വാല്യൂ നമ്മൾ കോളത്തിനകത്ത് 8000 എന്നുള്ള എഴുതി. ഓക്കെ, ഇനി നമ്മൾ പ്രോസസ്സ് ബിയിലകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അടുത്ത പ്രോസസ്സിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എത്രയായിരിക്കും? പ്രോസസ്സ് ബിയിലകത്തേക്ക് ട്രാൻസ്ഫർ പ്രോസസ്സ് ബി അക്കൗണ്ട്. അതായത് ഇവിടെ എത്രയാണ്? 1000, ഇവിടെ 1,49,000. അതൊന്ന് ബാലൻസ് ചെയ്യുക. അപ്പം എമൗണ്ട് വരുന്നത് 1,41,000 എന്നുള്ള വാല്യൂൻ്റെ എമൗണ്ട് വരും. അതുപോലെ തന്നെ 850 എന്നുള്ളത് എന്താണ്? ക്വാണ്ടിറ്റിയുടെ എമൗണ്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ സാധാരണ ഇവിടുത്തെ യൂണിറ്റ് എത്രയാണ്? ഇവിടുത്തെ യൂണിറ്റ് എന്താണ്? ടണ്ണാണ്. അതായത് കോസ്റ്റ് പെർ ടൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1,41,000 ഡിവൈഡഡ് ബൈ 850 ആയിരിക്കും അത് കോസ്റ്റ് പെർ ടൺ എന്നുള്ള. നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 165.88 എന്ത് വരുന്നത്? കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് വരുന്നത്. ക്ലിയർ? ഇനി എന്ത് ചെയ്യുന്നു? പ്രോസസ്സ് ബീൻ്റെ അക്കൗണ്ട് നമ്മൾ പ്രോസസ്സ് ബീനകത്തേക്ക് നമ്മൾ ആ എമൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. 850 1,41,000 എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, അതായത് പ്രോസസ്സ് ബി അക്കൗണ്ട് വെച്ചിട്ട് പ്രോസസ്സ് എ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോസസ്സ് എന്നുള്ളത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോൾ ഇതിനകത്ത് എന്തില്ല, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് മാത്രം ഇവിടെ എഴുതിയാൽ മതി. പ്രോസസ്സ് എ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 850 യൂണിറ്റാണ് ഉള്ളത്, 1,41,000 എന്നുള്ളത് വാല്യൂ ആണ്. ഇനി പ്രോസസ്സ് ബീൻ്റെ അക്കൗണ്ടിൻ്റെ മെറ്റീരിയൽ എത്രയാണെന്ന് നോക്കാം. മെറ്റീരിയൽ, അതായത് പ്രോസസ്സ് ബീന് മെറ്റീരിയൽ എത്രയാണ്? 70 ആണ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? 70 മെറ്റീരിയൽ എന്നുള്ളത്. അതിൽ 70 ടണ്ണാണ്. ഒരു ടണ്ണിന് 200 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതായത് 14,000 മെറ്റീരിയലിൻ്റെ വാല്യൂ എന്നുള്ളത് വരുന്നത്. ഇനി അടുത്താണ് വേജസ് എന്നുള്ളത്. വേജസിൻ്റെ എമൗണ്ട് അതേപോലെ തന്നെ ഇവിടെ എടുത്തിടുന്നു. വേറെ അതിനകത്ത് ഒരു കാര്യമില്ല. അവിടെ എത്രയാണ്? 12,000 വേജസിൻ്റെ എമൗണ്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് മാനുഫാക്ചറിങ് വേജസ് എന്നുള്ള അടുത്ത ഐറ്റം ഉണ്ട്. മാനുഫാക്ചറിങ് എക്സ്പെൻസ് എന്നുള്ളത് 5,000. നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. വേറെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ചെയ്തതിനകത്തില്ല. അതായത് ഈ രണ്ട് എമൗണ്ട് കൂട്ടിയിട്ട് 920 ടോട്ടൽ ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഈ എമൗണ്ട് കൊള്ളുന്ന നിങ്ങൾ ടോട്ടൽ 1,72,000 എന്തിന് എമൗണ്ട് കൊള്ളത്തിൻ്റെ ടോട്ടൽ വരുന്നത്. 1,72,920. അതുപോലെ തന്നെ 1,72,000. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എങ്ങനെയാണോ ചെയ്തത്, അതായത് ലോസ് ഇൻ വെയിറ്റ് നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ലോസ് ഇൻ വെയിറ്റ് പിന്നെ എന്താണ് സ്ക്രാപ്പ് സോൾഡ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതായത് ആദ്യം എന്ന് എഴുതുന്നു ലോസ് ഇൻ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യം എഴുതുന്നു ലോസ് ഇൻ വെയിറ്റ്. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് വെയിറ്റ് എന്നുള്ളത്. വെയിറ്റ് ലോസ് സംഭവിക്കുന്ന 5% ആണ് ലോസ് സംഭവിക്കുന്നത്. ഇവിടുത്തെ 5% എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് 1000 എടുത്തിട്ടുള്ളത്. ഇവിടെ യൂണിറ്റ് ഉണ്ടായത് 1000. ഇവിടെ എത്രയാണ്? ഇതിൻ്റെ ടോട്ടൽ അതായത് 920 ആണ് ഇവിടുത്തെ ലോസ് ഇൻ വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് 920-യുടെ അത്രയാണ് 5% ഇവിടെ എന്ത് വരുന്നത് ലോസ് ഇൻ വെയിറ്റ് എന്ന് വരുന്നത്. എമൗണ്ട് വരുന്നത് 46 ടണ്ണാണ് ഇവിടെ വെയിറ്റ് എന്ത് ചെയ്യുന്നത് വെയിറ്റ് ലോസ് എന്നുള്ളത് ഉണ്ടാവേണ്ടത്. ഇനി അടുത്തത് നമ്മൾ സ്ക്രാപ്പ് സോൾഡ് ചെയ്തിട്ടുള്ള ഭാഗമാണ് അടുത്ത് നമ്മൾ എഴുതുന്നത്. 10% ആണ് എന്ത് ചെയ്യുന്നത് സ്ക്രാപ്പിൻ്റെ വാല്യൂ ഉള്ളത്. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് 10% ആണ് സ്ക്രാപ്പിൻ്റെ വാല്യൂ ഉള്ളത്. അതായത് സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്ക്രാപ്പിൻ്റെ വാല്യൂ എത്രയാണ്? 10% എന്ന് പറയുമ്പം 920-യുടെ 10% ആണ്. അതായത് 92 ആണ്. 92 ടണ്ണാണ് സ്ക്രാപ്പിൻ്റെ ക്വാണ്ടിറ്റി എന്നുള്ളത്. ഒരു ടണ്ണിന് ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് അവിടെ റിയലൈസ് ചെയ്യുന്നത് 200 പെർ ടണ്ണാണ് റിയലൈസ് ചെയ്യുന്നത്. അതായത് 18,400 ആണ് ഇവിടുത്തെ റിയലൈസബിൾ വാല്യൂ എന്നുള്ളത്. 92 × 200 അതാണ് 18,400 എന്നുള്ളത്. അപ്പം അത്രയും ഭാഗങ്ങൾ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള നമ്മൾ ഇനി പ്രോസസ്സിലുള്ള 2 പ്രോസസ്സിലൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫിനിഷ്ഡ് സ്റ്റോക്കിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എത്രയാണ് എമൗണ്ട്? അതിൻ്റെ ബാലൻസിങ് ഫിഗർ, അതായത് ഇവിടെയുള്ള ബാലൻസിങ് ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യുക. 782. എങ്ങനെ കിട്ടിയത്? 920 മൈനസ് 46 അതുപോലെ തന്നെ മൈനസ് 92 എന്നുള്ളതാണ് 482 എന്നുള്ളത്. അതുപോലെ തന്നെ ഈ എമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള 1,53,000
600 എന്നുള്ള വാല്യൂ എന്നുള്ളതാണ് ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിട്ട് വരും. ഓക്കെ, ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ എമൗണ്ട് ഡിവൈഡഡ് ബൈ 782 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളത് ചെയ്ത് നോക്കാം. കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് 196.42 ആണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് വരുന്നത്. ഓക്കെ, ഇതാണ് പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് ഓപ്പണിംഗ് ഓരോ പ്രോസസ്സിനകത്തും ഓപ്പണിങ്ങിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നു, ക്ലോസിങ്ങിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഓപ്പണിങ്ങിൻ്റെ വാല്യൂ ഒന്നുമില്ല, ക്ലോസിങ്ങിൻ്റെ വാല്യൂ ഇല്ല. ആകെ നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് സ്ക്രാപ്പിൻ്റെ സോൾവ് ചെയ്ത വാല്യൂ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലമാണത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രാപ്പ് സോൾഡ് എന്നുള്ളത് നമ്മൾ എവിടെയാണ് എഴുതുന്നത്? നമ്മൾ ഇതിൻ്റെ ക്രെഡിറ്റ് ഭാഗത്താണ് എഴുതുന്നത് എന്നൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്ക്രാപ്പ് സോൾഡ് എന്നുള്ളത് എന്ത് ചെയ്യുന്നത്? ഈ ക്രെഡിറ്റ് ഭാഗത്താണ് എമൗണ്ട് എന്നുള്ളത് എഴുതുന്നത്. അതിൻ്റെ സെയിലബിൾ വാല്യൂ എഴുതുന്നുണ്ട്, ക്വാണ്ടിറ്റി എഴുതുന്നുണ്ട്. ഇവിടെ 92 ടണ്ണാണ് ഇവിടെ നിന്നാണ് അതിൻ്റെ റിയലൈസബിൾ വാല്യൂ എന്നുള്ളത് നമ്മൾ എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബ്ലം എന്നുള്ളത്, സ്ക്രാപ്പുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. എല്ലാ ദിവസവും കൊമേഴ്സ് റിലേറ്റഡ് പല വിഷയങ്ങളുടെ ക്ലാസ്സുകൾ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ക്ലാസ്സുമായി നാളെ കാണാം. താങ്ക് യു.